അൺമോസ്കിങ് അനോമലീസ് മല്ലു അനലിസ്റ്റിനെ റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നമുക്കൊന്ന് പ്ലേ ചെയ്തിട്ട് അതിനൊരു ആൻസർ നമുക്കിപ്പം കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ നുണപരിശോധന ചലഞ്ചിന് മല്ലു അനലിസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആരാണ് ഇതിൽ കളവ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു നുണ പരിശോധനയിൽ ഞങ്ങൾ തല്ലു വരാൻ റെഡിയാണ്. പുരുഷ ഫെമിനിസ്റ്റുകൾ അവരാണ് കുറുക്കന്മാർ. അവർ നുണ പറയുകയാണ്. അപ്പൊ അത് നുണയാണോ അല്ലേ, അത്തരത്തിലുള്ള ഒരു തോട്ട്സ് വരുന്നില്ല എന്നാണ് അവരുടെ പറയുന്നുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ അവർ നുണ പരിശോധനയ്ക്ക് ബാസിലിനെ കണ്ടാൽ തന്നെ ട്രിഗർ ആകുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് കേരളത്തിൽ. കാരണം പോക്സോ കേസുകളുടെ ഞാൻ നുണപരിശോധനയ്ക്കുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നുണപരിശോധനയ്ക്ക് റെഡിയാണെന്ന്. ഞാനും ബാസിലിന്റെ ടീമിന്റെ കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയണം, അല്പവസ്ത്രധാരികളായിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോഴത്തേക്കും പുരുഷന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തപ്പം അതിൻ്റെ അകത്ത് ഞാനൊരു സജഷൻ വെച്ചായിരുന്നു. ഏതായാലും നമ്മൾ പൈസ മുടക്കി ഒരു നുണപരിശോധന ടെസ്റ്റ് നടത്തുവാണ്. അപ്പം മാക്സിമം അതിൻ്റെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെല്ലാവരും നോക്കണം അല്ലേ. അപ്പോൾ ഏറ്റവും പ്രാക്ടിക്കൽ ആവുകയും ചെയ്യണം. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഇസ്ലാമിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആരോപണം ഉള്ളതാണ് മദ്രസകളിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ആണ് പെണ്ണ് ഭേദമില്ലാതെ ഈ എക്സ് മുസ്ലിംസും മറ്റു റിലീജിയനുള്ള ആൾക്കാരും അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ട് ചെയ്തതിന് ശേഷം മദ്രസകളിലെ ടീച്ചേഴ്സിനെ മൊത്തത്തിൽ നമുക്ക് എടുക്കാം സാമ്പിൾ സൈസ് ആയിട്ട്. വാട്ടർ ബോട്ടിൽസ് ആണെന്നൊന്നും പറയരുത്, കാരണം നമ്മൾ സാമ്പിൾ സൈസ് മാത്രമേ മാറ്റുന്നുള്ളൂ. മദ്രസയിലുള്ള ടീച്ചേഴ്സും പ്ലസ് പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ബാക്കിയുള്ള സ്കൂളിലെ ടീച്ചേഴ്സിനെ നമുക്ക് സാമ്പിൾ സൈസ് ആയിട്ട് നമുക്ക് എടുക്കുന്നു. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് എന്തായാലും ചെയ്യുന്നതിലൂടെ നമുക്ക് കൃത്യമായിട്ടൊരു റിസൾട്ട് കിട്ടും. നുണപരിശോധനയിലൂടെ കുട്ടികളുമായിട്ട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്ന ടീച്ചേഴ്സ് ആരൊക്കെയാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ സാമ്പിൾ സൈസ് മാറ്റുന്നത് കൊണ്ട് എക്സ്പെരിമെൻറ്റിൻ്റെ മറ്റ് കണ്ടീഷൻസ് ഒന്നും മാറുന്നില്ല. കാരണം ഈ പ്രൈമറി സ്കൂൾ അധ്യാപകരും അതുപോലെ തന്നെ മദ്രസ അധ്യാപകരും ആരാണ്? പുരുഷന്മാർ തന്നെയാണ്. ഏത് ക്രോമസോമാണ്? XY ക്രോമസോം ഉള്ള ആൾക്കാരാണ്. ഞാൻ ആരാണ്? XY ക്രോമസോം ഉള്ള ആളാണ്. ഫ്രീ തിങ്കേഴ്സ് ആരാണ്? അതെ, ഫെമിനിസ്റ്റുകൾ ആരാണ്? ഇവർക്കെല്ലാം പുരുഷന്മാരുടെ കാര്യം പറഞ്ഞാൽ ഇവർക്കെല്ലാം XY ക്രോമസോം ആണുള്ളത്. നമുക്ക് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് കിട്ടിയാൽ മതി. ഇവിടെ മറ്റൊരു പ്രശ്നം നിങ്ങൾ നോക്കണം. അതായത് നമ്മൾ കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. കുട്ടികളുമായിട്ട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്ന മറ്റൊരു വിഭാഗം തന്നെയാണ്. അതിനെക്കുറിച്ച് വേറൊരു ഡിസ്കഷൻ വേണം. എഗ്രീഡ്. അതിനെക്കുറിച്ച് നമുക്കും യാതൊരു തർക്കവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ എക്സ്പെരിമെൻറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മറ്റൊരു എക്സ്പെരിമെൻറ്റ് നെക്സ്റ്റ് ലെവലിലോട്ട് വെച്ചോളൂ. അതായത് ഒരു മദ്രസ അധ്യാപകൻ നിൽക്കുകയാണ്. ആ കുട്ടികളെ കാണിച്ചിട്ട് കുട്ടികളോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടോ എന്നുള്ളൊരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യാം. അതിനോടൊപ്പം തന്നെ അല്പവസ്ത്രധാരികളായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടും ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ ഏതായാലും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുവാണ്. അത് കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ട് ഒറ്റ സ്ഥലത്ത് വെച്ച് തന്നെ രണ്ടും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുവഴി എന്താകും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നറിയോ? നിങ്ങൾക്ക് ഇസ്ലാം മത വിശ്വാസികൾക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഓപ്പറേഷൻ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എടുത്ത് ട്രോളുന്നുണ്ട്. അതായത് മദ്രസ അധ്യാപകർ ആൺ പെൺ ഭേദമില്ലാതെ പല ആൾക്കാരും പല കുട്ടികളും സെക്ഷൽ ആയിട്ടുള്ള ചൂഷണത്തിന് വിധേയമാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഡേറ്റ, ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഒരു 1000 അധ്യാപകരിൽ നിങ്ങൾ നടത്തി. ഏകദേശം 500 മദ്രസ അധ്യാപകരും 500 നോർമൽ പ്രൈമറി സ്കൂൾ അധ്യാപകരും. ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ മദ്രസ അധ്യാപകർ 500 പേര് ടെസ്റ്റ് നടത്തിയതിൽ ഒരു 2 പേർക്ക് മാത്രമേ ഉള്ളൂ കുട്ടികളോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളൂ. അതേസമയം പ്രൈമറി സ്കൂൾ അധ്യാപകർക്ക് നിങ്ങളൊരു ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ 10 പേർക്ക്, ഈ 500 പേരിൽ 10 പേർക്ക് സെക്ഷൽ അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ളൊരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടുവാണ്. കാരണം ഇസ്ലാം വിശ്വസിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലൈംഗികമായിട്ടുള്ള സെക്ഷുവൽ ഫീലിങ്സ് ഇതെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ആ ബുക്കിന്, ഖുറാന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു കൺക്ലൂഷനും കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, കമ്പയറിങ് വിത്ത് നോർമൽ പ്രൈമറി സ്കൂൾ അധ്യാപകർ. അതുകൊണ്ടുള്ള ഗുണം എന്താ? അത്രയ്ക്കും സ്ട്രോങ് ആണ് ഖുറാന്റെ പവർ എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനും പറ്റും. ഇത് കുട്ടികളോടുള്ള സെക്ഷൽ അട്രാക്ഷൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ തന്നെ ഈ 500 മദ്രസ അധ്യാപകരിലും 500 പ്രൈമറി സ്കൂൾ അധ്യാപകരിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്പവസ്ത്രധാരികളായിട്ടുള്ള സ്ത്രീകളെ വെച്ചിട്ടൊരു കമ്പാരിസൺ നടത്തുക. അവിടെയും നിങ്ങൾക്കൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ മദ്രസയിൽ ഉള്ള അല്ലെങ്കിൽ ഇസ്ലാം വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇസ്ലാമിൻ്റെ പവർ കൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെയാണല്ലോ പറയുന്നത്, അതായത് അന്യ സ്ത്രീകളെയും അന്യ പുരുഷന്മാരെയും അന്യമായിട്ട് കണ്ടാൽ മതി, അത് നമ്മുടെ സ്വന്തം ആൾക്കാരല്ല, അതുകൊണ്ട് മറയുണ്ടാകണം. അതിൻ്റെ ഗുണം എന്താ? 2 കൂട്ടരെ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും, ഒരുപക്ഷെ പ്രൈമറി സ്കൂളിലുള്ള അധ്യാപകർക്ക് അല്പവസ്ത്രധാരികളായിട്ടുള്ള ആൾക്കാരോട്, പെൺകുട്ടികളോട് കുറച്ചും കൂടെ കൂടുതൽ അട്രാക്ഷൻ, ഏകദേശം ഒരു 250 പേർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മദ്രസ അധ്യാപകർക്ക് ഏകദേശം 200 പേരെ ഉള്ളെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഖുറാൻ്റെ എഫക്റ്റ് കൊണ്ട്
ഇതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് നിങ്ങൾ സാമ്പിൾ സൈസ് ഒന്ന് മാറ്റുക. ഞാനും ബാസിലിൻ്റെ കൂടെയാണ്. എക്സ്പെരിമെൻറ്റ് നമുക്ക് വീണ്ടും ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്തതിന് ശേഷം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഒന്ന്, കുട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അതിക്രമങ്ങൾ നമുക്ക് ഈ നുണ പരിശോധനയുടെ കൂടെ കുറയ്ക്കാൻ പറ്റും. എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഈ നുണ പരിശോധന ചെയ്ത് കഴിയുമ്പം നമുക്ക് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓൾറെഡി കുട്ടികളോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്ന അധ്യാപകർ ആരൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് പിരിച്ചു വിടാനും പറ്റും. അങ്ങനെ ഇസ്ലാമിനൊരു മാതൃകയാകാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ഗുണം. സെക്കൻഡ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം പുരുഷന്മാരിലാണ് ചെയ്തേക്കുന്നതുകൊണ്ട് ഞാനും നിങ്ങളും എല്ലാവരും ഇതിൻ്റെ അകത്ത് പെടും. ഓക്കെ, അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ കാര്യം തന്നെ അല്പവസ്ത്രധാരികളായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടും പറ്റും. അതുകൊണ്ട് എക്സ്പെരിമെൻറ്റിനെ കുറച്ചും കൂടെ റിഫൈൻഡ് ആക്കുക. റിഫൈൻഡ് ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പറയുന്നതിൽ പോയിന്റ് ഒന്നുമില്ല. നമുക്കിത് ചെയ്യാം. നമുക്ക് വളരെ ന്യൂട്രലായിട്ട് നിൽക്കാം. ഞാനും ബാസിലിൻ്റെ കൂടെ നിൽക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇത് കണ്ടുപിടിച്ച് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഞാൻ ലണ്ടനിലുള്ള ഒരു ട്രെയിനിൽ കൂടെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏതാണ് മിനിമം മോഡസ്റ്റിയുള്ള ഡ്രസ്സ് എന്ന് പറയുക. ഇതിനകത്ത് തട്ട വിട്ടിരിക്കുന്നത് 2 പെൺകുട്ടികൾ ഇരിപ്പുണ്ട്. ഇനി ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ട്, അതായത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടേക്കുന്ന മറ്റു സ്ത്രീകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇവരെ ഒരു തരത്തിലും നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയപ്പെടുന്നുണ്ടോ? അവരവരുടെ ഫോണും നോക്കി അവരവരുടെ കാര്യവും പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയൊരു ഡ്രസ്സ് ഇട്ടതുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന ട്രെയിനിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള പെണ്ണിനെ തുറച്ച് നോക്കുന്നൊന്നുമില്ല. മനസ്സിലായോ? അങ്ങനെ വന്ന് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഇവരുടെ സാമാനം പൊങ്ങുന്നതായിട്ടൊന്നും എൻ്റെ അറിവിലില്ല. കാരണം ഞാൻ സ്ഥിരം പോകുന്നതാണ്. സ്ഥിരം പോകുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ മൈൻഡ് പോലും ചെയ്യാറില്ല. നമ്മൾ ഫോണെ നോക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇതുപോലെയാണ് ബീച്ചിൽ പോകുന്ന സമയത്ത് പെണ്ണുങ്ങൾ ഇന്നേഴ്സ് മാത്രം ഇട്ടതിന് ശേഷമായിരിക്കും ബീച്ചിൽ കിടക്കുന്നത്. വെയിൽ കായാൻ കിടക്കുന്നതാണ്, വിറ്റാമിൻ ഡി കൂട്ടാൻ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ പോകുമ്പോഴും ഈ പുരുഷന്മാരെപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇവരുടെ സാമാനം പൊക്കിക്കൊണ്ട് പോകുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്ത്രീക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ ഇവിടുത്തെ ലീഗൽ സിസ്റ്റം ഉണ്ട് അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പരാതി കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ പറയുന്നത് ഡ്രസ്സ് എന്ന് പറയുന്നത് ഓരോ സന്ദർഭങ്ങളിലും ഓരോ രീതിയിൽ ഇടുന്നതാണ്. എക്സാമ്പിളായിട്ട് നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ ഒരു പാർട്ടി വെയർ ഉണ്ടാവും അല്ലേ? കല്യാണത്തിന് പോകുമ്പം കല്യാണത്തിൻ്റെ ഒരു വെയർ ഉണ്ടാവും അല്ലേ? നമ്മൾ ഒരു ഓണാഘോഷത്തിന് പോകുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവും. പറയുന്ന പോലെ ബീച്ചിൽ പോകുമ്പം മറ്റൊരു സ്റ്റൈലായിരിക്കും അല്ലേ? ഇനി ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പം അതിൻ്റേതായ ഒരു സ്റ്റൈലായിരിക്കും. ഇത് ഓരോ ഒക്കേഷൻ അനുസരിച്ച് ഓരോ ടൈപ്പ് ഡ്രസ്സിങ് ആണ് ഓരോരുത്തർ ചൂസ് ചെയ്യുന്നത്. അപ്പം അതാണ് ഡ്രസ്സിങ്ങിൻ്റെ ഒരു കോമൺ കോൺസെപ്റ്റ്. ഇപ്പം നിങ്ങൾ ഇതിന് ഒരു സൊല്യൂഷനായിട്ട് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം എന്നുള്ളതാണ് നിങ്ങളുടെ സൊല്യൂഷൻ എങ്കിൽ, അപ്പോൾ നമുക്ക് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്, ഈ ബീച്ചിൽ പോകുന്ന സമയങ്ങളിലും പർദ്ദ ഇട്ട് നടക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള കാര്യങ്ങളിട്ട് നടക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം വരും. അതുപോലെ തന്നെ നമുക്കൊരു പാർട്ടിക്ക് പോകണം, മനസ്സിലായി? ഒരു പാർട്ടിക്ക് പോയി കുറച്ച് ഡാൻസ് കളിക്കണം. നിങ്ങളുടെ മതത്തെ ഡാൻസിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ലെന്ന് അറിയാം. പക്ഷേ സാധാരണക്കാർക്ക് അങ്ങനെയല്ല, ഡാൻസൊക്കെ കളിക്കണമെന്നുണ്ട്. അപ്പം ആ ആശയം വെച്ച് നിങ്ങളുടെ ആശയം പ്രാക്ടിക്കൽ ആണോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതായത് പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഏതൊരു ആശയത്തിനാണെങ്കിലും, അതുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇസ്ലാം മത വിശ്വാസികൾ അങ്ങനെ ചെയ്ത് അതിനനുസരിച്ച് പോവുക, ഓക്കെ. പക്ഷേ നിങ്ങളുടെ ആശയം നമ്മുടെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എത്രമാത്രം പ്രാക്ടിക്കലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് സാമ്പിൾ സൈസ് ഒന്ന് മാറ്റുന്നു. ഒരു വാട്ടർ ബോട്ടിസം കുന്തം കുറച്ചൊന്നും പറയരുത്. നമ്മൾ പുരുഷന്മാരെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു. കുട്ടികളെ സംരക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അല്പവസ്ത്രധാരികളായിട്ടുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് റിയാക്ഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ചെക്കും ചെയ്യാൻ പറ്റും. അതുവഴി ഇസ്ലാമിൻ്റെ മാനവും കാക്കാം. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റിസൾട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ആ ടെസ്റ്റ് നിങ്ങൾ ഉടനെ തന്നെ ടേക്ക് ഓഫ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. നിങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു.